ഹലോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് കുളങ്ങളും കിണറുകളും പള്ളികളും അതിൻ്റെ പ്രത്യേകതകളും ആദ്യകാലം മുതൽ വെള്ളം എടുത്തു വരുന്ന കുറച്ച് കിണറുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന പള്ളി എന്നാണ് പറയല്. ഫൊറത്താ പള്ളി. കുട്ടികളൊക്കെ ഓതാൻ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, കാട് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഈ കാട് പ്രദേശങ്ങളായത് കൊണ്ട് ഇനി വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. ഈ കിണറ്റിൽ നിന്നൊക്കെ ആളുകൾ വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മുമ്പ് ആളുകളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഈ കുളത്തിൻ്റെ അടുത്തുള്ള ഈ സാധനം അപ്പിയിട്ടിട്ട് കഴുകാനായിട്ടുള്ളതാണ്. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന താഴ്ന്ന പ്രദേശമായതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇതാണ് ഏളിപ്പള്ളി. ഈ പള്ളീൻ്റെ അടുത്തുള്ള കിണറ്റിലും വെള്ളം എടുക്കാനും കുട്ടികളെ കുളിപ്പിക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പെണ്ണുങ്ങളൊക്കെ നോമ്പിന് വെള്ളം എടുക്കാനൊക്കെ ഇങ്ങോട്ട് വരലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ആഴം ഭയങ്കര കുറവാണ്. അങ്ങോട്ട് പോയാലോ, ഇങ്ങോട്ടോ? ആ പഴയകാല ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെയൊക്കെ തന്നെ ഉണ്ട്, ആ പഴയ രൂപത്തിൽ തന്നെ. പഴയ നിർമ്മാണ ശൈലി നമ്മുടെ പൂർവികരുടെ കരവിരുതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതൊക്കെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ കുളങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ കുടിവെള്ളത്തിനും വളരെയധികം കാരണങ്ങളൊക്കെ ഉണ്ട്. കുട്ടി പറഞ്ഞോ, ഈ കുളങ്ങൾ മഴവെള്ളം ശേഖരിക്കാനും ഭൂഗർഭജലം ഉയർന്നു നിൽക്കാനും സഹായിക്കുന്നു. ഇതൊക്കെ കുടിവെള്ളത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമാണ്. നമ്മൾ സാമൂഹികമായിട്ട് ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടാനും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളങ്ങൾ ചെറിയൊരു ലോകമാണ്. അവിടെ മീനുകളും തവളകളും പലതരം ജീവികളും ജീവിക്കുന്നുണ്ട്. ഈ കുളങ്ങൾ മഴവെള്ളം സംഭരിച്ച് ഭൂമിയിലെ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളുടെ ജീവനാഡിയായിരുന്നു കുളങ്ങൾ. അത് കേവലം വെള്ളം സംഭരിക്കുന്ന ഒരിടമല്ല, ഓരോ മനുഷ്യന്റെയും മനസ്സ് കുളിർപ്പിച്ച ഇടമാണ്. ഗുജറായുടെ കിണർ വർഷങ്ങളോളമായിട്ട് മാറാത്ത രോഗങ്ങൾ ചൊറിച്ചിലെല്ലാം വന്നാൽ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരല്.